പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ട, ഈ ദിവസങ്ങളിൽ എന്റെ സത്യം വന്നൊരു വചനമാണ് ഹോശയ 10:12 എടുത്തേ. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിന്റെ ഫലങ്ങൾ കൊയ്യാം. തരിശുനിലം ഉഴുതുമറിക്കുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണിത്. ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവം ഏകപക്ഷീയമായി നൽകുന്ന ദൈവാനുഗ്രഹമാണ് കാരുണ്യം എന്ന് പറയുന്നത്. അത് ഇന്ന കാരണം, അതായത് പക്ഷെ അതിന് ദൈവം കാരുണ്യം ലഭിക്കാൻ വേറൊരു കണ്ടീഷൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. കാരുണ്യം അൺകണ്ടീഷണലൊന്നും അല്ല, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതെന്താ കാര്യം? നീതി പ്രവർത്തിക്കുവിൻ, കാരുണ്യത്തിൻ്റെ ഫലം കൊയ്യാം. അപ്പോൾ നമ്മളെ ഉടമ്പടിയിൽ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാ കാര്യവും നീതിപൂർവ്വമായിരിക്കണം ചെയ്യണത്. നീതിപൂർവ്വം, അനീതി ചെയ്യരുത്. ഒരിക്കലും കാര്യം ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ,
ബഹുമാനം ആവശ്യമുള്ളവർക്ക് ബഹുമാനം കൊടുക്കുവിൻ. ആ വചനെടുത്ത് റോമ 13:7. റോമ 13:7. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. അതാണ് നീതി എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. എന്താണത്? നികുതി അവകാശപ്പെട്ടവന് നികുതി. നികുതി അവകാശം. അത് ദൈവം ഇതിൽ നിന്നും കോംപ്രമൈസ് ചെയ്തില്ല. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ ദൈവത്തിനെ വട്ടം പിടിച്ച് ടാക്സ് വെട്ടിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ദൈവം ഈ ടാക്സ് വെട്ടിക്കുന്നതിൻ്റെ ഭാഗം അതല്ല. എന്താ പ്രശ്നം? ആ വിജയകുമാറിൻ്റെ, നമ്മുടെ വിജയകുമാർ ബ്രദറല്ലേ, അങ്ങേര് ഇടയ്ക്കൊരു സാക്ഷ്യം പറയും. എന്നുവെച്ചാൽ അങ്ങേർക്ക് 90 ലക്ഷത്തിൻ്റെ ഒരു ടാക്സ് വന്ന് അത് വലിയ ഇഷ്യൂ ആയി. പുള്ളിക്കാണെങ്കിൽ അന്നത്തെ സാമ്പത്തികം എനിക്കറിയാവുന്നതാണ്. അതിങ്ങനെ ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കേണ്ട കാലമായിരുന്നു. ബിസിനസ്സൊക്കെ പൊട്ടി, ബിസിനസ് ഇല്ലാതെയും 10-15 കൊല്ലം ബിസിനസ് ഇല്ലാതെയും. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് പോണത്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ടാക്സ് വരണത് 90 ലക്ഷത്തിൻ്റെ പഴയ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടി. അത് രാത്രി ഒറ്റക്ക് മുറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഏകദേശം ഇതുപോലെ കർത്താവിൻ്റെ വചനമെടുത്തപ്പോൾ അവിടെ വചനത്തിൽ എന്താ പറഞ്ഞറിയുമോ? ടാക്സ് ആവശ്യമുള്ളവർക്ക് ടാക്സ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ നീ അതിൽ നിന്ന് അവരെ കണ്ണിപ്പൊടി എടുത്ത് അവരെ വെട്ടിക്കണമെന്നല്ല പറയണം. അതേപറ്റി റോമ 13:7. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി. അതാണ് നികുതി അവകാശപ്പെട്ടവന് നികുതി. ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം. അവകാശപ്പെട്ടവന് ചുങ്കം. ആദരം അർഹിക്കുന്നവന് ആദരം. ആദരം അർഹിക്കുന്ന ആൾക്കാരുണ്ടാകത്തില്ലേ? ഞാനാണെങ്കിൽ ഇതിൻ്റെ ഒരു സിദ്ധാന്തം. ഞാൻ 1-ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറായാലും ഞാൻ അവിടെ മുമ്പിൽ നിൽക്കുമ്പോൾ പഴയ കൊച്ചാട് നിൽക്കും. അവരിങ്ങനെ സുഖപ്പം തന്നെ നിൽക്കും. ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. എന്താ കാര്യം? കർത്താവ് നമുക്ക് അക്ഷരം പറഞ്ഞു തന്ന ആളാണ്. നമുക്ക് കണക്ക് പഠിപ്പിച്ചു തന്നിരുന്ന ആളാണ്. ഇന്നിപ്പോൾ നമുക്ക് അവരെക്കാൾ വിദ്യാഭ്യാസം ഉണ്ടാകാം. പക്ഷെ അതല്ല, അവർ ആദരം അർഹിക്കുന്നുണ്ട്. ഇപ്പം ചിലർ വരുമ്പോൾ നമ്മൾ എഴുന്നേക്കത്തില്ല. നമ്മളെക്കാൾ 1 പൈസ 2 പൈസ കൂടിയാൽ തന്നെയും നമ്മളത് ബഹുമാനിക്കവരാണ്. അതെന്താണ്? ആദരവ് അർഹിക്കുന്നവർക്ക് ആദരവ്. ഉടമ്പടിയിലുള്ള മക്കൾ ഒരിക്കലും നിങ്ങളുടെ കർത്താവ് കുറ്റം ആരോപിക്കാത്ത ആൾക്കാരായിരിക്കണം. കർത്താവ് കുറ്റം ആരോപിക്കുന്നത് ഈ വചനം വെച്ചുകൊണ്ടാണ്. നീ ആദരവ് അർഹിക്കുന്നവർക്ക് ആദരവ് കൊടുത്തു. ഇപ്പം ബിഷപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ മോസ്റ്റ് ആദരവോടുകൂടി കാണുന്ന ഒരാളാണ് ബിഷപ്പ്. ഈശ്വർ വൈ ഏത് ബിഷപ്പായാലും, പ്രത്യേകിച്ച് അനപ്പെടുത്ത ബിഷപ്പ്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ്. കാര്യം എൻ്റെ ബിഷപ്പ് എന്നേക്കാൾ ജൂനിയറായിട്ട് പഠിച്ച ആളാണ്. പക്ഷേ എനിക്കറിയാം ആരാണ് അപ്പോസ്റ്റലാണ്. അദ്ദേഹമാണ് സഭയെ പരിശുദ്ധാത്മ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കുകയല്ലേ ഈ യൂറോപ്യൻസിലേക്ക് ഏറ്റവും വലിയ ഇത് യൂറോപ്യൻസ് വേറെ സ്റ്റൈലാണ്. ഇന്ത്യക്കാരെ കുറച്ചുകൂടി നല്ലതാണെന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷേ എന്നാലും ആദരവ് കാണിക്കുന്ന ആൾക്കാരാണ് യൂറോപ്യൻസ്. ഷെയ്ക്കാനാണ് ചെയ്യണത് അവർ. അത് ആദരവിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ നമസ്കാരം പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇത് ആദരവാണെന്ന് ഓർക്കും. പക്ഷേ ആദരവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും ഇത് ബുദ്ധിസ്റ്റ്, നമസ്കാരമൊക്കെ ബുദ്ധിസ്റ്റിൽ നിന്ന് വന്നതാണ്, എൻ്റെതല്ല നിൻ്റെതാണെന്നാണെന്നാണ് സനാതനമായിട്ടുള്ള ആൾക്കാരുടെ വ്യാഖ്യാനം. പക്ഷെ ബുദ്ധിസ്റ്റ് വ്യാഖ്യാനം എന്ന് പറയണത് എനിക്ക് നിങ്ങളുടെ സ്നേഹവും ബഹുമാനമൊക്കെയാണ്. പക്ഷേ തൊട്ട് കളിക്കരുത്, തീണ്ടരുത്, നീ നിൻ്റെ സ്ഥലത്ത് നിൽക്കുക, ഞാൻ എൻ്റെ സ്ഥലത്ത് നിൽക്കാം, ടച്ച് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതും പ്രശ്നമാണത്. അത് ബുദ്ധിസം തന്നെയല്ല, മനുസ്മൃതിയിൽ നിന്നും കൂടി കയറി വരാം. നമ്മൾ വളരെ ഭംഗിയായിട്ട് പറയുന്ന ചില കാര്യങ്ങൾക്ക് ഇതുപോലെ ചില പണ്ട് പൂർവ്വപിതാക്കന്മാർ ജീവിച്ച മാനവികത വളരുന്നതിന് മുമ്പുള്ള ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് കയറി വരാം. പക്ഷേ നമ്മൾ അത് എന്ത് ചെയ്താലും ചെയ്യണമെന്ന് ആദരവോടെയാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് വിഷയം. പൂർവികരുടെ ചില ആചാരം നമ്മൾ എടുക്കുമ്പോൾ നമ്മളെന്ത് മനോഭാവത്തിലാണ്. ഇപ്പോൾ ചില ആൾക്കാരോട് നമ്മളെല്ലാവരോടും
സ്തുതി പറയുന്നവരോട് സ്തുതി പറയുക നമ്മൾ. കാര്യം നമ്മൾ എന്ത് മനോഹരത പറയണത്, അത് പറയണത് നമ്മൾ അവരെ ബഹുമാനിക്കുന്നതാണ്. അതാണ് ആദരവ് അർഹിക്കുന്നവർക്ക് ആദരവ് കൊടുക്കുവിൻ. അതിൻ്റെ അടുത്ത വാക്യം വായിച്ചേ. ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. അപ്പോൾ ഈ ബഹുമാനവും ആദരവും ഒക്കെ, അതായത് നമ്മുടെ അത് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ അർത്ഥം അഹന്ത എന്നതിൻ്റെ അർത്ഥം അഹന്ത, അവർക്ക് അഹന്തയാണ്. ഞാൻ ഇങ്ങനെ മറ്റുള്ളവരോട് ഇങ്ങനെ ആദരവ് കാണിക്കുമ്പോൾ ഞാൻ കുറഞ്ഞു പോകുമെന്നുള്ള ഒരു മിഥ്യാധാരണയാണ് വരണത്. അപ്പോൾ ഇന്ന് പക്ഷേ ഒരു അഹങ്കാരിയായിട്ട് ആൾക്കാരുമായിട്ട് ദൈവം ഉടമ്പടി നമുക്ക് പോയി ബലം പറയുക ചെയ്യാം. ചില ആൾക്കാരുള്ള ഇവിടുത്തെ ഉടമ്പടി, കൃപാസനത്തിൻ്റെ ഉടമ്പടി ബലാത്കാര ഉടമ്പടി എന്ന് പറയും. പല ആൾക്കാരുടെ ഉടമ്പടി ബലാത്കാര ഉടമ്പടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യവനും ഒരു ബുദ്ധിയുമില്ല, ബോധമില്ല, അഹങ്കാരത്തിൻ്റെ കൂടായിരിക്കും. അങ്ങനെ ഒരു അഹങ്കാരിക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും. അതാണ് ഈ ആദരവ് അർഹിക്കുന്നവർ ആദരവ് കൊടുക്കണം, ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനം കൊടുക്കണം. അപ്പോൾ അത് അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എളിമയുള്ളവരും വിനയമുള്ളവരായി മാറുകയും ദൈവകൃപയ്ക്ക് പാത്രമാകുകയും ചെയ്യും. നിൻ്റെ സ്വഭാവം പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കണം ഉടമ്പടിയിൽ. നീ ഓരോ ദിവസവും വളരുകയല്ലേ, താഴേക്ക് തളരുകയല്ലല്ലോ ചെയ്യണത്. ശ്രദ്ധിക്കുക. ഇതാൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇത് വീടിൻ്റെ സ്ഥലത്തിൻ്റെ അത് ആധാരം എൻ്റെ മക്കളാണ് ഒരു ബാങ്കിൽ പണയം വെച്ച് വീടിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പം പ്രൈവറ്റ് ബാങ്കിൽ വെച്ചാലും വേണം പെട്ടെന്ന് കിട്ടുള്ളൂ. അങ്ങനെ പ്രൈവറ്റ് ബാങ്കിൽ വെച്ച് വീടിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് തുടങ്ങുമ്പോഴേക്കും 3-4 മാസം കഴിഞ്ഞാൽ മാത്രമേ അത് അനുവദിച്ച് കിട്ടുള്ളൂ. അതും 4 തവണയായിട്ട് മാത്രമേ നമുക്ക് അനുവദിച്ച് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട് തറപണിയുടെ പണി തുടങ്ങാൻ വേണ്ടി കുറച്ച് പൈസ സംഘടിപ്പിച്ച് തറപണി തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാൻ ആ സ്ഥലത്ത് നമ്മുടെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഉപ്പും ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പ് 4 അതിരിലും ഒഴിച്ചിട്ടു. അതേപോലെ ഈ സ്ഥലങ്ങളിലും ഓരോ സ്ഥലത്തും വിതറി കല്ലിടണ സമയത്ത് ആ കല്ലിൽ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ച് ഈ കല്ലിൽ വെച്ച് അങ്ങനെ തറപണി പൂർത്തിയായി. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ലോൺ അനുവദിച്ച് കിട്ടി. അത് കുറച്ച് കല്ലും മറ്റുള്ള സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അനുവദിച്ച് കിട്ടിയത്. അത് തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെയായി. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചത് 2 മുറിയുള്ള ഒരു വീട്. ഞാനും ഭാര്യയും 3 ആൺമക്കളാണ് എനിക്ക്. ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, 2 പേർക്ക് പെയിൻറ്റിങ്ങിൻ്റെ ജോലിയാണ്. പിന്നെ ഭാര്യയുടെ അമ്മയുണ്ടാവും. അങ്ങനെ 5 പേർക്ക് താമസിക്കാൻ 2 മുറിയുള്ള ഒരു വീട്. അത്
അതാണ് എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചതും മാതാവിനോട് പ്രാർത്ഥിച്ചത് തന്നെ 2 മുറിയുള്ള ഒരു വീട് എനിക്ക് അനുവദിച്ച് കിട്ടണേ എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നിരന്തരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടും ഇങ്ങനെ ഓരോ ദിവസം പോകും. അതേപോലെ യൂട്യൂബിൽ ഇവിടുത്തെ സാക്ഷ്യം ഓരോ ദിവസം 2-3 സാക്ഷ്യം ഞാൻ കേൾക്കുമായിരുന്നു, അത് ഷെയർ ചെയ്യും. അതുപോലെ നമ്മുടെ പത്രവിതരണം, ഇത് നമ്മുടെ ഇത് ബൈബിൾ വായനയും കാരുണ്യ പ്രവൃത്തികളും ഇതെല്ലാം മുടങ്ങാതെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും വരുമ്പോഴേക്കും അടുത്ത ദിവസം എന്ത് ചെയ്യും, കല്ല് വേണം, അങ്ങനെ ഓരോ സാധനങ്ങളും വേണമെന്നിരിക്കട്ടെ. അങ്ങനെ ഓരോ പ്രാവശ്യവും മാതാവിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ 10,000 രൂപ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ പണി തുടങ്ങണത്. ഏകദേശം ഈ പണി തീരുമ്പോഴേക്കും 20-25 ലക്ഷത്തോളം വരുമെന്ന് ഏകദേശം ഒരു ധാരണ. അതിൽ അനുവദിച്ച് കിട്ടേക്കണത് അതിന് നേർപകുതിയാണ്. ഈ പകുതി കൊണ്ട് ഈ പണി 2 നില പോലും 2 നിലയല്ല 2 മുറിയുള്ള ഒരു വീട് പോലും പൂർത്തിയാക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം. അപ്പോൾ ഓരോ ദിവസവും ഞാനിങ്ങനെ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീടിൻ്റെ പണിക്ക് വേണ്ടി 1000 രൂപ പോലും ഇതിലേക്ക് ഉപയോഗിച്ചിട്ടില്ല. അത് എൻ്റെ അടുത്ത് ഇല്ല. ഞാനൊരു ചെറിയൊരു പലചരക്കട നടത്തുന്നതിന് അത് ലോൺ എടുത്താണ് നടത്തുന്നത്. അത് ലോൺ എടുത്ത് ആ ലോൺ വീട്ടാൻ വേണ്ടി മറ്റു ലോൺ അങ്ങനെ കടത്തിൽ നിൽക്കുന്ന സമയത്താണ് വീടിൻ്റെ പണി തുടങ്ങുന്നത്. ഇതിനിടയ്ക്ക് എൻ്റെ മകനൊരു വിവാഹാലോചന വന്ന് അത് എത്രയും പെട്ടെന്ന് നടത്തണമെന്നും പറഞ്ഞുണ്ടായി. 2 വീട്ടുകാർക്കും പരസ്പരം അറിയാവുന്ന ഒരു ബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ പണി പൂർത്തിയായിട്ട് പുതിയ വീട്ടിൽ വെച്ച് കല്യാണം നടത്തണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം, സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരു കുടുംബത്തേക്ക് ഒരു കാരണവശാലും പെൺമക്കളെ വിടാനായിട്ട് മാതാപിതാക്കളെ അനുവദിക്കില്ല. അപ്പോൾ ആ ഒരു ഇതുണ്ട്. അപ്പോൾ 1 വർഷം കൊണ്ട് വീടിൻ്റെ പണി പൂർത്തിയാക്കണം. അതേപോലെ ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങളും നടത്തണം. ഒന്നുമില്ലാതെ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് മറ്റൊരു വഴി നമ്മുടെ മുൻപിലില്ല. അങ്ങനെ ഓരോ ദിവസം തോറും കഴിയുമ്പോൾ ഒരു ദിവസം ഞാൻ കടപൂട്ടി വീട്ടിൽ വന്നപ്പോഴേക്കും ഞങ്ങൾ അടുത്ത വാടകയ്ക്ക് താമസിക്കണം. ഈ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി അടുത്ത ഒരു വാടക വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോഴേക്കും മുകളിലേക്ക് 2ാമത്തെ നിലയിൽ പണി തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു 2 മുറിയുള്ള വീട് പൂർത്തിയാക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിലേക്ക് അതറിയില്ല എങ്ങനെ അതിൻ്റെ മുകളിലേക്ക് പണി തുടങ്ങിയെന്നൊരു അറിയില്ല. ആ അവസ്ഥയിലാണ് പോണത്. പിന്നെ വെച്ചടി വെച്ച് ഓരോ ആഴ്ചകളും കഴിയും തോറും അതിൻ്റെ പണി ഇങ്ങനെ പൂർത്തിയായി തന്നെയാണ്. അപ്പോൾ പെയിൻറ്റിങ്ങും മറ്റേ ഫിറ്റിങ്സും ഒഴിച്ച് ബാക്കിയുള്ള പണിയെല്ലാം പൂർത്തിയായി. അപ്പോൾ ഈ ചെയ്തതിൻ്റെ അത്രയും തന്നെ പകുതി പൈസയെങ്കിലും വേണം അത് പൂർത്തിയാക്കാനായിട്ട്. അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒരു പിടിയില്ല. എൻ്റെ 2 മക്കളാണ് ഈ പെയിൻറ്റിങ് ജോലിയാണ് അവരാണ് ഈ പണി തുടങ്ങിയതും പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ പോലും പകച്ചിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നിരന്തരമായിട്ട് മാതാവിനോട് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പതിയെ ഓരോ എവിടെ നിന്നാണെന്നറിയില്ല പല വഴിക്ക് പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ട് ഓരോ സ്റ്റെപ്പായിട്ട് തടസ്സങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാണ്ട് തീർന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് കല്യാണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണിൻ്റെ വീട്ടുകാരിങ്ങനെ ആവശ്യപ്പെട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു വഴിയില്ല, ഇത് തന്നെ പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കല്യാണം അങ്ങനെ നടത്തും. ആ ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ മാതാവ് അനുവദിച്ച് തന്ന് എല്ലാം ഓരോ സ്റ്റെപ്പായിട്ട് പൂർത്തിയാക്കാനുള്ള ടൈലിൻ്റെ പണിയും അങ്ങനെയുള്ള മറ്റുള്ളത്. അതേപോലെ ഫിറ്റിങ്സ് ഇപ്പം നമ്മൾ ചെയ്ത പോലെയല്ല. ഫിറ്റിങ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കയ്യിൽ ഒതുക്കിയാലും അതുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലേക്കാണ് സാധനങ്ങളുടെ വിലക്കയറ്റവും എല്ലാം പോണത്. നമുക്ക് 10 രൂപ കൊണ്ട് തീരേണ്ട പണി 15 രൂപ ഉണ്ടെങ്കിലും തീരില്ല. ആ ഒരു അവസ്ഥയിൽ പോകുന്ന കാലഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്നറിയാണ്ട് പകച്ച് നിൽക്കണേണ്. അങ്ങനെ ഓരോ ദിവസം തോറും തടസ്സങ്ങളെല്ലാം മാറി വരുന്നത്, പെരുമഴ പെയ്യുന്ന പോലെയുള്ള ഒരു അവസ്ഥ, മനസ്സിനൊക്കെ ഒരു ധൈര്യം വരുന്നു. ഇത് ഓരോ ദിവസം തോറും ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ പോണത്. അങ്ങനെ മാതാവ് 2 മുറിയുള്ള ഒരു വീടിന് പകരം 4 ബെഡ്റൂമുള്ള മനോഹരമായ ബാത്ത് അറ്റാച്ചോട് കൂടിയുള്ള ഒരു ഭവനമാണ് എൻ്റെ മാതാവ് എനിക്ക് നൽകിയത്. ഈ സമയത്ത് തന്നെ കല്യാണ കാര്യം പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം
ഇത് 1 മാസത്തിനുള്ളിൽ തന്നെ നിശ്ചയവും മനസ്സമ്മതവും പരതാമസവും കല്യാണവും ഒരുമിച്ച് നടത്താനുള്ള ഭാഗ്യം മാതാവ് എനിക്ക് നൽകി. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ 300 മീറ്റർ പോലും നടക്കാൻ പറ്റാതെ എനിക്ക് കാൽമുട്ട് വേണ്ടായിരുന്നു, കുറേ വർഷങ്ങളായിട്ടുള്ളതായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയാണ്, ഇവിടെ എല്ലാവരും പറയാറുണ്ട് മരിയൻ റാലിയിൽ പങ്കെടുക്കണം, ഭയങ്കര അത്ഭുതമാണ് എന്നിട്ട് ഞാനും കേട്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യ ഒരു പ്രാവശ്യം മരിയൻ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരത്തി പോലെ 1 കിലോമീറ്റർ പോലും നടക്കാൻ പറ്റാത്ത ആൾ അപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയില്ല,